ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി.എസ്. പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും. പ്രശാന്തിനും ബോർഡ് മുൻ അംഗം അജികുമാറിനും എസ്.ഐ.ടി നോട്ടീസ് നൽകി. നാളെ സന്നിധാനത്ത് സ്വർണ്ണപ്പാളികളുടെ പരിശോധനയും നടത്തും. ശബരിമലയിൽ നിന്ന് കഴിഞ്ഞ വർഷം സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിലാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി.എസ്. പ്രശാന്തിനെയും അജികുമാറിനെയും വീണ്ടും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതിൽ ബോർഡ് അംഗങ്ങളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം. ജംഷഡ്പൂരിലെ ലാബിൽ നടത്തിയ സ്വർണ്ണപ്പാളികളുടെ പരിശോധനാ ഫലം കഴിഞ്ഞ ദിവസം എസ്.ഐ.ടിക്ക് ലഭിച്ചിരുന്നു. ഇത് വിശദമായി പരിശോധിച്ച ശേഷമാണ് ചോദ്യം ചെയ്യൽ വിളിപ്പിക്കുന്നതെന്ന് പ്രത്യേകത കൂടിയുണ്ട്. 18-ാം തീയതിക്കകം ഹാജരാകാനാണ് എസ്.ഐ.ടിയുടെ നിർദ്ദേശം. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ചോദ്യം ചെയ്യൽ ഉണ്ടായേക്കുമെന്നാണ് വിവരം. കൃത്യമായ തെളിവുകൾ ലഭിച്ചാൽ പ്രശാന്തിനെയും അജികുമാറിനെയും പ്രതിയേർക്കും. പങ്ക് കണ്ടെത്താനായില്ലെങ്കിൽ ഇരുവർക്കും ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ടാകും ഹൈക്കോടതിയിൽ എസ്.ഐ.ടി സമർപ്പിക്കുക. ശബരിമലയിൽ നിന്ന് നഷ്ടമായ സ്വർണത്തിന്റെ കൃത്യമായ കണക്ക് കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് എസ്.ഐ.ടി സന്നിധാനത്ത് പരിശോധന നടത്തുന്നത്. നാളെയും മറ്റന്നാളുമായിട്ടാണ് പരിശോധന. കട്ടളപ്പാളിയിൽ നിന്നും പ്രഭാമണ്ഡലത്തിൽ നിന്നും സ്വർണമെടുക്കും. തുടർന്ന് ജംഷഡ്പൂരിലെ ലാബിലേക്ക് അയക്കാനാണ് തീരുമാനം. നേരത്തെ നടത്തിയ പരിശോധനയിൽ കൃത്യമായ വിവരം ലഭിക്കാത്തതിനെ തുടർന്നാണ് വീണ്ടും സ്വർണ്ണപ്പാളിയുടെ പരിശോധനയിലേക്ക് സംഘം കടക്കുന്നത്. മീഡിയ 1 തിരുവനന്തപുരം.